ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 10:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. പലയിടത്തും സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്മരുതി, കുന്നത്തുകാൽ, മംഗലപുരം, പാങ്ങോട്, പൂവച്ചൽ, മണമ്പൂർ, വെമ്പായം, പുല്ലമ്പാറ, വിളവൂർക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ സസ്പെൻസ് തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്ക പഞ്ചായത്തുകളിലും നറുക്കെടുപ്പിനാണ് സാധ്യത. കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDFും UDFും തുല്യനിലയിലാണ്. കൊറ്റക്കര, ചിറക്കര പഞ്ചായത്തുകളിലും ശ്രദ്ധാകേന്ദ്രമാണ്. സാരംഗ് സുധാകരനും ആജ്ഞ രവീന്ദ്രനും S വിനീഷും ചേരുന്നു. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഏതൊക്കെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധാകേന്ദ്രമായ പഞ്ചായത്തുകൾ? സ്വതന്ത്രരുടെ തീരുമാനം നിർണായകമാകുന്നത് എവിടെയൊക്കെയാണ്? അശ്വതി, 13 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇപ്പോൾ അതിനിർണായകമായ ഒരു വോട്ടെടുപ്പിലേക്ക്, അതായത് തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഇതിൽ ഒരു ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് 15, 13 LDFന് 15ഉം 13ഉം രീതിയിൽ സീറ്റ് നൽകിയുള്ളത്. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മരുതിയിൽ LDFനും UDFനും 9 സീറ്റുകൾ വീതമാണ്. അവിടെ NDAയും BSPയും ഓരോ സീറ്റുകൾ വീതമുണ്ട്. അതിനൊപ്പം തന്നെ കുന്നത്തുകാൽ, മംഗലപുരം, ഒപ്പം പുല്ലമ്പാറ തുടങ്ങിയ 13 ഗ്രാമപഞ്ചായത്തുകളിൽ നിർണായകമാണ് 10:30 നടക്കുന്ന ഇലക്ഷനിൽ. അതായത് ഇത് വോട്ടെടുപ്പിൽ ആയി പോവുകയോ, കഴിഞ്ഞ ദിവസം അടക്കം LDFിൻ്റെയും BJPൻ്റെയും അടക്കം ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ അസാധുവായി പോയിരുന്നു. ഈ ഒരു ബാലറ്റിന് പുറകിൽ പേരെഴുതി ഒപ്പിടണം എന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് പിന്തുടരാൻ അത് വിട്ടുപോയ 2 വോട്ടുകളാണ് ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തത്. പക്ഷേ അതുപോലെയല്ല ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ അടക്കമുള്ള ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പല ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ചെറിയൊരു പിഴവ് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും അത് ഭരണം തന്നെ നഷ്ടപ്പെടുന്ന, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം കടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയദർശിനിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് LDFിൻ്റെത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPI, CPMും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. മറ്റ് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ 13 ഗ്രാമപഞ്ചായത്തുകളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ സസ്പെൻസായി തുടരുന്നത്. അതിൽ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, സ്വതന്ത്രൻ്റെ നിലപാടടക്കം വളരെ നിർണായകവുമായി നിൽക്കുകയാണ്. എന്ന് തന്നെയായാലും 10:30 ഈ ഒരു തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും. അശ്വതി, ശരി സാരംഗ. എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്ക പഞ്ചായത്തുകളിലും നറുക്കെടുപ്പിന് സാധ്യതയുണ്ട്. ഒപ്പം കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDFിലും UDFിലും തുല്യനിലയാണ്. S വിനീഷ് കൂടി ചേരുന്നു. വിനീഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, കൊല്ലത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ 68 ഗ്രാമപഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഇതിൽ 7ഇടത്ത് LDFും 3ഇടത്ത് UDFുമായിരുന്നു വിജയിച്ചിരുന്നത്. ഒരിടത്ത് സമനിലയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിർണായക നീക്കം നടക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഉമ്മന്നൂരിൽ ആർക്ക് നറുക്ക് വീഴും എന്നുള്ളതാണ്. UDFിനും LDFിനും 9 വീതം സീറ്റുകളാണ് അവിടെ ഉള്ളത്. BJPക്ക് 3 സീറ്റുകളുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ബ്രിജേഷ് എബ്രഹാമിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജലജ ശ്രീകുമാറിനെയുമാണ് മത്സരിപ്പിക്കുന്നത്. ഇതിൽ LDFിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM. ശരി, S വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പലയിടത്തും സ്വതന്ത്രരുടെ തീരുമാനം വളരെ നിർണായകമാകാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും അവസാന നിമിഷം വരെ സസ്പെൻസ് തുടരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എറണാകുളത്തേക്ക് എത്തുമ്പോൾ അവിടെ 3 പഞ്ചായത്തുകൾ, കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്കൈ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിന് സാധ്യതയുണ്ട്. അവിടുത്തെ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. കൊറ്റക്കര, ചിറക്കര പഞ്ചായത്തുകളിലും ശ്രദ്ധാകേന്ദ്രമാണ്. അത്തരത്തിൽ പലയിടങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷം വരെയുള്ള സസ്പെൻസ് നിലനിർത്തും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അശ്വതി, 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വോട്ടെടുപ്പ് നടക്കുക. അതുപോലെ തന്നെ കോൺഗ്രസിന് UDFിനും വലിയ മേൽക്കൈയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ മേൽക്കൈയാണ് UDFിനുള്ളത്. അതുപോലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്കൈ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പായിരിക്കും ഉണ്ടാവുക. മറ്റു ചില സ്ഥലങ്ങളിൽ, അതായത് സ്വതന്ത്രരുടെ ആധിക്യം കൂടുതലുള്ളത് കൊണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി UDFിന് ഭരണം പിടിക്കേണ്ടത് ചില പഞ്ചായത്തുകൾ സ്ഥാനാർത്ഥികളുണ്ട്. അതുപോലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 UDFിനാണ്, 2 മാത്രമാണ് LDFിനുള്ളത്. അതുപോലെ 82
പഞ്ചായത്തുകളാണ്, ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. ഈ 82 ഗ്രാമപഞ്ചായത്തുകളിൽ 69 എണ്ണവും UDFിൻ്റെ മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ്. ഈ വലിയ വിജയം, അതായത് ജില്ലയിൽ വലിയ മേൽക്കൈയാണ് UDFിന് വിവിധ പഞ്ചായത്തുകളിലുള്ളത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രരുടെ ആധിക്യം വലിയ കൂടുതലാണ് ജില്ലയിൽ. അതുപോലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് 10:30 മണിയോട് കൂടിയാണ് തുടരുക. ജില്ലാ പഞ്ചായത്തിലേക്ക് KG രാധാകൃഷ്ണനാണ്, അതായത് പാമ്പാക്കുട ഡിവിഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള KG രാധാകൃഷ്ണനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അതായത് സിൻഡ തോമസ് ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം ഈ ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ലീഗിന് ആ സ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചേന്നമംഗലം, ഞാറക്കൽ, പിതൃക്കയിൽ തന്നെ UDFിന് സ്വതന്ത്രരെ ഒപ്പം നിർത്തിയെങ്കിൽ മാത്രമേ ഭരണം പിടിക്കാനാവുകയുള്ളൂ. അതുപോലെ എടത്തലയിലാണ് മുസ്ലിം ലീഗുമായി ചർച്ച തുടരുന്ന സാഹചര്യമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ബ്ലോക്ക് പഞ്ചായത്തിൽ 12 എണ്ണം UDFിനും 82 ഗ്രാമപഞ്ചായത്തുകളിൽ 69 എണ്ണം UDFിനുമാണ് ഉള്ളത്. ഇത് മാത്രമല്ല, ലീഗ് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ലീഗിനെ അനുനയിപ്പിക്കുന്ന പ്രക്രിയ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുവരെ സോർട്ട് ഔട്ട് ആയിട്ടില്ല. എന്നാലും ഇന്ന് 10:30 കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് നടക്കുക. ശരിയാണ്.